ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഇന്നേ വരെ ക്ലീൻ ചെയ്തിട്ടില്ല. അത് വാഷിംഗ് മെഷീനത്തിൻ്റെ പുറമെ ഓരോ യൂസ് കഴിയുമ്പോഴും അപ്പം ഒന്ന് പുറമേ ഒന്ന് ക്ലീൻ ചെയ്തിടും എന്നല്ലാതെ ഉൾഭാഗം ഒന്നും ഇന്നേ വരെ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ ആയി ഞാൻ പറയണു ചേട്ടനോട് നമുക്ക് ക്ലീൻ ചെയ്യാം, വാഷിംഗ് മെഷീനത്തിൽ എന്തായാലും അഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോൾ മടി. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും ആളെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ ചെയ്യാൻ പോവാണ്. എനിക്കറിയാവുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ കണ്ടേക്കുന്ന രീതി വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഭാഗത്ത് ഒട്ടും തന്നെ ലൈറ്റ് ഇല്ല കേട്ടോ. അവിടെ ഷീറ്റ് ഇട്ടേക്കണം കൊണ്ടിട്ട് ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒട്ടും തന്നെ ക്ലാരിറ്റി കിട്ടില്ല. പിന്നെ മഴക്കാറും കൂടി വെച്ചേക്കണം കൊണ്ടിട്ട് മൊത്തത്തിലൊരു ഇരുട്ടായതുകൊണ്ട് നമ്മൾ വാതിക്കലേക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് പോവുകയാണ് വാഷിംഗ് മെഷീൻ. നമ്മുടെ വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് അല്ല, സെമിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ബ്ലൂ കളറിലെ സംഭവം കണ്ട്, എനിക്ക് ഒന്നിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതിങ്ങനെ പൊങ്ങിപ്പോരും. അപ്പോൾ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട്, അതൊന്ന് അയച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിനകത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വേണം തിരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ സംഭവം കറങ്ങുമൊക്കെ ഇടുന്നിട്ട്. വിചാരിച്ച പോലെ ഈസി അല്ല കേട്ടോ ഇത് അഴിക്കുക എന്നൊക്കെ പറയണത്. കാര്യം എന്നെ സംബന്ധിച്ചാണ്. പിന്നെ ഞാനത് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്, കുറേ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അതുകൊണ്ടിട്ടാണ് മാക്സിമം ചുരുക്കി കാണിച്ചേക്കുന്നത്. പിന്നെ വലിയ കാര്യത്തിൽ ഒരാളുടെ സഹായം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇറങ്ങി എനിക്ക് പിന്നീട് ചേട്ടൻ്റെ സഹായം തന്നെ വേണ്ടി വന്നിട്ടാണ്. കാര്യം എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല എന്ന് മനസ്സിലായി. ആ സാധനമൊക്കെ ഒന്ന് പൊക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, ആ വെള്ള കളറിലെ ആ സാധനം. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീനിലുള്ള അഴുക്ക്. ഞാൻ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം അഴുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു ഈ ഭാഗത്തെ അഴുക്ക്. ഇനി വരെ പോകണുള്ളൂ കേട്ടോ. ഈ ഭാഗത്ത് തുറക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് ഇത്ര ഞെട്ടാൻ ഭാഗത്തിനുള്ള അഴുക്ക് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയത് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തപ്പോഴാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വിചാരം ഇത്രയേ ഉള്ളൂ എന്നാണ്, ഈ കാണുന്നതാണ് അഴുക്കെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയണേ. ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ, ഡോർ പോലെ തുറന്നെടുത്തു. ഓ മൈ ഗോഡ്, അഴുക്കില്ലെന്ന്, ഉള്ളിൽ അഴുക്കില്ലെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര അഴുക്കുണ്ടാവും വിചാരിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടാണ്. ലാസ്റ്റ് ഊരിയ ഭാഗം അതിനകത്തുള്ള അഴുക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. എൻ്റെ ദൈവമേ, ഇത്രയും അഴുക്ക് അതിനകത്തുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നമ്മളുടെ അഴുക്കെല്ലാം മൊത്തം ആ ഭാഗത്താണ് തോന്നുന്നു വന്ന് കിടന്നത്. പിന്നെ അതൊക്കെ ലാസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഈ ഒരു പോർഷൻ തഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ആ 2 വയലറ്റ് കളറിലെ പോർഷൻ കണ്ടു. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അതിൻ്റെ സ്ക്രൂ ഒന്ന് പൊക്കി കൊടുത്തപ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ അഴുക്ക് വരണുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അതിങ്ങനെ പൊക്കി കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കട്ട അഴുക്ക് വരണുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ കളറിലെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത്, വാഷിംഗ് മെഷീനകത്ത്. പിന്നെ കരിമ്പനൊക്കെ കയറിയിട്ടുണ്ടായി. പുറത്താണ് നമ്മൾ വെച്ചത്. അപ്പോൾ മഴ കൊള്ളില്ലെങ്കിലും ചാറ്റലേക്ക്, മഴ പെയ്യുമ്പോൾ കാറ്റടിച്ചിട്ട് നല്ലോണം വെള്ളം വീഴും. പിന്നെ വെയിലൊക്കെ സൈഡിൽ വെയിൽ കൊള്ളും നല്ലോണം. കവറൊന്നും വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കവർ വാങ്ങിച്ചിടണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല വൈറ്റ് കളറ് വാഷിംഗ് മെഷീനായിരുന്നു. ഇമ്പെക്സിൻ്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷെ നല്ലപോലെ കളർ ഫെയ്ഡായിട്ടുണ്ട്, കരിമ്പം കയറിയിട്ടുണ്ട് നല്ലപോലെ. പിന്നെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടതാണ്. ഇങ്ങനെ ഒരു പെണ്ണ് ഓണാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുണിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്ക് ഏറ്റ് വീഴുന്നത്. അതൊരു അവയർനെസ് വീഡിയോ ആണത്. അവരതിന് വേണ്ടി ചെയ്തതാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കാര്യം നല്ലൊരു ഇതാണ്, നല്ലൊരു മെസ്സേജാണ് ആ വീഡിയോയിലൂടെ അവർ തരുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഡ്രയറിൽ ഉണക്കാനിട്ടിട്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് വെള്ളത്തിൽ നിന്ന് തുണിയെടുത്ത് പിഴിഞ്ഞ് ബക്കറ്റിനകത്തേക്ക് ഇടും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഓണാക്കിക്കൊണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാര്യം ഷോക്ക് കേൾക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അത് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ, എനിക്ക് പേടിയായി. അപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കണ്ട, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബെല്ലിൻ്റെ റബ്ബറിൻ്റെ സൗണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. ഈ ഭാഗത്തൊക്കെ കുറച്ച് കരിമ്പനുണ്ട് കേട്ടോ. മാക്സിമം വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യണവർ, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവർ കവർ വാങ്ങിച്ചിടാൻ ശ്രമിക്കുക. പുറത്താണ് വെച്ചേക്കണമെങ്കിൽ കവർ വാങ്ങിച്ചിടുക, വെയിലും മഴയൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ആവും. വൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.